ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് കേട്ടറ്റിനെ കുറിച്ചിട്ടാണ്. കേട്ടറ്റ് എന്ന് പറഞ്ഞാൽ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്. DLED അതുപോലെ തന്നെ BEd എന്നീ കോഴ്സുകളൊക്കെ കഴിഞ്ഞാലും നമ്മൾ അധ്യാപകരാവാം അല്ലേ. അപ്പോൾ അതിനുള്ള ഒരു ക്വാളിഫിക്കേഷൻ എക്സാമാണ് കേട്ടറ്റ് എന്ന് പറയുന്നത്. കേട്ടറ്റും ഉണ്ട്, CTET ഉണ്ട്. കേരള PSCയുടെ എക്സാമാണ് കേട്ടറ്റ്. CTET എന്ന് പറയുമ്പോൾ CBSE സ്കൂളുകളിൽ പഠിപ്പിക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിഫയിങ് എക്സാമാണ് CTET. അപ്പോൾ ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് കേട്ടറ്റിനെ കുറിച്ചിട്ടാണ്, കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്. കേട്ടറ്റിന് 4 പേപ്പറുകളാണ് ഉള്ളത്, അതായത് 4 കാറ്റഗറിയിലാണ് കേട്ടറ്റ് ഉള്ളത്. കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3, കാറ്റഗറി 4. കേരള പരീക്ഷാ ഭവനാണ് കേട്ടറ്റ് പരീക്ഷ നടത്തുന്നത്. https://ketet.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ കേട്ടറ്റിന് അപേക്ഷിക്കുന്നത് ഓൺലൈനായിട്ടാണ്. പരീക്ഷ ഓഫ്ലൈനാണ്, അതായത് നമ്മൾ എക്സാം ഹാളിൽ പോയി എഴുതുകയാണ് എക്സാം. ഒബ്ജക്റ്റീവ് ടൈപ്പാണ്, അതായത് 1 വേർഡ് 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതിൽ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻസ് ABCD ഇതിലേതാണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, കറുപ്പിക്കുകയാണ് ചെയ്യുക. 150 ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. അപ്പോൾ 150 ക്വസ്റ്റ്യൻസിന് ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ മാർക്ക് വീതം, അങ്ങനെ 150 ചോദ്യങ്ങൾക്ക് 150 മാർക്ക്. കാറ്റഗറി 1 എന്ന് പറയുന്നത് LP കുട്ടികളെ പഠിപ്പിക്കാനുള്ള ക്വാളിഫയിങ് ടെസ്റ്റാണ്. അതുപോലെ കേട്ടറ്റ് 2 എന്ന് പറയുന്നത് UP കുട്ടികളെ പഠിപ്പിക്കാൻ, കേട്ടറ്റ് 3 എന്ന് പറയുന്നത് ഹൈസ്കൂൾ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ക്വാളിഫയിങ് എക്സാമാണ്. കേട്ടറ്റ് 4 എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് ടീച്ചേഴ്സ്, ഇംഗ്ലീഷ്, ഉറുദു, സംസ്കൃതം, അറബി, അതുപോലെ തന്നെ സ്പെഷ്യൽ ടീച്ചേഴ്സായിട്ടുള്ള ആർട്ട്, ക്രാഫ്റ്റ്, അതുപോലെ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ PT അധ്യാപകരൊക്കെ ആവാനുള്ളതാണ് കേട്ടറ്റ് 4. അപ്പോൾ കേട്ടറ്റ് 1, കേട്ടറ്റ് 2, കേട്ടറ്റ് 3, കേട്ടറ്റ് 4 ഇവ എന്താണിത് തമ്മിലുള്ള വ്യത്യാസം എന്ന് മനസ്സിലായില്ലേ? കേട്ടറ്റ് 2 പാസ്സായാൽ കേട്ടറ്റ് 1 എഴുതണമെന്ന് ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ കേട്ടറ്റ് 2 പാസ്സായാൽ നമുക്ക് LPയും UPയും എഴുതാം, TTC അല്ലെങ്കിൽ DLED ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ BEd ആണ് പഠിച്ചതെങ്കിൽ നമുക്ക് കേട്ടറ്റ് 3 എഴുതാം. ഹൈസ്കൂളിൻ്റെ ടീച്ചർ ആവാനുള്ള ക്വാളിഫിക്കേഷനാണ് കേട്ടറ്റ് 3. അപ്പോൾ കേട്ടറ്റ് 3 പാസ്സായാൽ കേട്ടറ്റ് 2 എഴുതണമെന്നില്ല. കേട്ടറ്റ് 2 പറയുമ്പോൾ UP. അപ്പോൾ കേട്ടറ്റ് 3 പാസ്സായാൽ ഹൈസ്കൂളിലും UPയിലും നമുക്ക് പഠിപ്പിക്കാം. എക്സാമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2.5 മണിക്കൂറാണ്. അതിൽ നമുക്ക് 150 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. നെഗറ്റീവ് മാർക്കില്ല. അപ്പോൾ മാക്സിമം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ അങ്ങനെയാണ്, അല്ലാതെ നെഗറ്റീവ് മാർക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തെറ്റുത്തരം എഴുതിയാൽ നമ്മളെ മാർക്ക് കുറയുകയില്ല. ജനറൽ വിഭാഗക്കാർക്ക് കേട്ടറ്റ് പാസ്സാവണമെങ്കിൽ 150-ൽ 90 മാർക്ക് വേണം. മറ്റു വിഭാഗക്കാർക്ക് SC, OBC, ST, അതുപോലെ തന്നെ ഭിന്നശേഷി വിഭാഗക്കാർ, ഇവർക്കൊക്കെ 82 മാർക്കാണ് 150-ൽ വേണ്ടത്. അപ്പോൾ ജനറൽ വിഭാഗക്കാർക്ക് 90 മാർക്കിന് മുകളിൽ വേണം. SC, OBC, ST, അതുപോലെ തന്നെ ഭിന്നശേഷി വിഭാഗക്കാർ, ഇവർക്ക് 82 മാർക്കിന് മുകളിലാണ് കേട്ടറ്റ് പാസ്സാവാൻ ആവശ്യമുള്ളത്. 82 മാർക്ക് മതി, അല്ലെങ്കിൽ 90ൻ്റെ മുകളിലേക്ക് വേണമെന്നില്ല, 90ൻ്റെ മുകളിലേക്ക്. ഇനി നമുക്ക് ഓരോ കാറ്റഗറീനെയും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ കേട്ടറ്റ് 1 അതിൽ നമുക്കറിയാം 150 ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. 150 മാർക്കിനാണ് എക്സാം. ജനറൽ വിഭാഗക്കാർക്ക് 90 മാർക്ക്, മറ്റ് വിഭാഗക്കാർക്ക് 82 മാർക്കാണ് വേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ്, 1 മുതൽ 5ാം ക്ലാസ് വരെ പഠിപ്പിക്കാനാണ് കേട്ടറ്റ് 1 ഉള്ളത്. ഇതിൽ എന്തൊക്കെയാണ് എക്സാമിന് ചോദിക്കുക വെച്ചാൽ, വിദ്യാഭ്യാസ മനഃശാസ്ത്രം, അതിൽ നിന്ന്, അതായത് ശിശുവികാസം പെഡഗോഗി, അതിൽ നിന്ന് 30 മാർക്കിനാണ് ചോദ്യം ഉണ്ടാവുക. അപ്പോൾ 30 മാർക്കിന് ശിശുവികാസത്തിനും പെഡഗോഗിയിൽ ചോദ്യങ്ങൾ ഉണ്ടാവും. അടുത്തത് ഗണിതം, കണക്കിൽ നിന്ന് 30 ചോദ്യങ്ങൾ, പരിസ്ഥിതി പഠനത്തിൽ നിന്ന് 30 ചോദ്യങ്ങൾ. അടുത്തതായിട്ടുള്ളത് ഭാഷ 1, ഭാഷ 2 എന്നിങ്ങനെ 2 കാറ്റഗറി കേട്ടറ്റ് 1-നുണ്ട്. ഭാഷ 1 മലയാളം, തമിഴ്, കന്നഡ, അങ്ങനെ അതൊക്കെയാണ് ഉണ്ടാവുക. അതിൽ ഭാഷ 1-ൽ സെലക്ട് ചെയ്തത് നമുക്ക് ഭാഷ 2-ൽ സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഭാഷ 1 അതിന് 30 മാർക്ക്, അതുപോലെ തന്നെ ഭാഷ 2-ലും 30 മാർക്കിന് ചോദ്യങ്ങളുണ്ടാവും. ഉദാഹരണത്തിന് ഭാഷ 1 നമുക്ക് മലയാളമായിട്ട് എടുക്കാം. അപ്പോൾ അതിൽ നിന്നൊരു 30 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടാവും. ഭാഷ 2 നമുക്ക് ഇംഗ്ലീഷ്, അപ്പോൾ ഇംഗ്ലീഷിൽ നിന്നും 30 മാർക്കിന് ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ രണ്ടും നമുക്ക് മലയാളം തന്നെ, ഇതിൽ 2-ലും ഭാഷ 1ഉം ഭാഷ 2ഉം നമുക്ക് മലയാളം തന്നെ എടുക്കാൻ കഴിയില്ല. 2 ഭാഷകൾ തന്നെ ഇവിടെ എടുക്കണം. അങ്ങനെ ടോട്ടൽ 150 മാർക്കാണ് എക്സാം. ശിശുവികാസത്തിൽ നിന്ന് 30, ഗണിതത്തിൽ നിന്ന് 30, പരിസ്ഥിതി പഠനം 30, ഭാഷ 1 30, ഭാഷ 2 30, അങ്ങനെ 150 മാർക്കിനാണ് എക്സാം.
അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടറ്റ് 2നെ കുറിച്ചിട്ടാണ്. UP സ്കൂളിൽ പഠിപ്പിക്കാനുള്ള ക്വാളിഫയിങ് എക്സാമാണ് കേട്ടറ്റ് 2. ഇതിൽ ശിശുവികാസം പെഡഗോഗി അതിൽ നിന്ന് 30 മാർക്കിനാണ് എക്സാം. അതുപോലെ തന്നെ സയൻസ് അധ്യാപകർക്കാണെങ്കിൽ സയൻസ് അതുപോലെ തന്നെ ഗണിതം ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് 60 മാർക്കിന് ചോദ്യം ഉണ്ടായിരിക്കും. അതിൽ ഗണിതത്തിൽ നിന്ന് 30 മാർക്കിനും അതുപോലെ തന്നെ സയൻസിൽ നിന്ന് 30 മാർക്കിനുമാണ് ഉണ്ടാവുക. എന്നാൽ നിങ്ങൾ സോഷ്യൽ അധ്യാപകരാണ് ആവാനാണ് പോകുന്നത് എങ്കിൽ നിങ്ങൾക്ക് 60 മാർക്കിന് സോഷ്യൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ മാത്സ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മൾ പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്ന സമയത്ത് നമ്മളോട് ചോദിക്കും സയൻസ് ആണോ വേണ്ടത് സോഷ്യലാണോ വേണ്ടത്. അപ്പോൾ നമ്മൾ സോഷ്യലാണ് കൊടുക്കുന്നത് എങ്കിൽ നമുക്ക് സോഷ്യലിൽ നിന്ന് 60 ചോദ്യങ്ങൾ വരും. അല്ല സയൻസാണ് നമ്മൾ ഓപ്റ്റ് ചെയ്തതെങ്കിൽ 30 മാർക്ക് മാത്സിനും 30 മാർക്ക് സയൻസിനാണ് ഉണ്ടാവുക. അപ്പോൾ അപേക്ഷിച്ച രീതിക്കനുസരിച്ചാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. കേട്ടറ്റ് 2നും ഭാഷ 1 ഭാഷ 2 എന്നിങ്ങനെ 2 വിഭാഗങ്ങളുണ്ട്. ഭാഷ 1 മലയാളം തമിഴ് കന്നഡ, ഭാഷ 2 ഇത് തന്നെ ഇംഗ്ലീഷ് മലയാളം തമിഴ് കന്നഡ അങ്ങനെ ഉണ്ട്. അപ്പോൾ അതിൽ ഭാഷ 1 ഭാഷ 2 ഒരേ ഭാഷ നമുക്ക് എടുക്കാൻ പറ്റില്ല. 1 മലയാളമാണ് എടുത്തെങ്കിൽ ഭാഷ 2 നമുക്ക് ഇംഗ്ലീഷ് എടുക്കാം. ഭാഷ 1 ഇംഗ്ലീഷ് എടുത്തെങ്കിൽ ഭാഷ 2 നമുക്ക് മലയാളം എടുക്കാം. അപ്പോൾ ഭാഷ 1 30 മാർക്കും ഭാഷ 2 30 മാർക്കും അങ്ങനെ ടോട്ടൽ 150 മാർക്കിന്, അതായത് ശിശുവികാസം പെഡഗോഗിയിൽ നിന്ന് 30 മാർക്ക്, സയൻസിൽ നിന്ന് മാത്സും കൂടിയിട്ട് 60 മാർക്ക്, അല്ലെങ്കിൽ സോഷ്യൽ സയൻസിൽ നിന്ന് 60 മാർക്ക്. പിന്നെ ഉള്ളത് ഭാഷ 1 നിന്ന് 30 മാർക്കും ഭാഷ 2 നിന്ന് 30 മാർക്കും. അപ്പോൾ കേട്ടറ്റ് 2ഉം അങ്ങനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അടുത്തതായി നമുക്ക് പറയാനുള്ളത് കേട്ടറ്റ് 3യെ കുറിച്ചാണ്. കേട്ടറ്റ് 3ക്ക് സൈക്കോളജിയിൽ നിന്ന് 40 മാർക്കിനാണ് ചോദ്യം ഉണ്ടാവുക. അതുപോലെ തന്നെ ലാംഗ്വേജ്, ഒരു ലാംഗ്വേജ് ഓപ്ഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ. അത് നമുക്ക് ഇംഗ്ലീഷ് എടുക്കാം, മലയാളം എടുക്കാം, തമിഴ് എടുക്കാം, കന്നഡ എടുക്കാം. ഒരു ലാംഗ്വേജ് മാത്രമേ കേട്ടറ്റ് 3ക്കുള്ളൂ. അത് ഏതാണോ നമുക്ക് വേണ്ടത് നമുക്ക് എടുക്കാം. മലയാളമാണ് ഇഷ്ടം വെച്ചാൽ മലയാളം എടുക്കാം, അല്ല ഇംഗ്ലീഷാണ് വേണ്ടത് വെച്ചാൽ ഇംഗ്ലീഷ് എടുക്കാം. അതിന് 30 മാർക്കിനാണ് ലാംഗ്വേജ് ഉള്ളത് കാറ്റഗറി 3ക്ക്. പിന്നെ ഉള്ളത് നമ്മളുടെ സബ്ജക്റ്റാണ്. BEdകാർക്കാണ് കേട്ടറ്റ് 3 എഴുതാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ BEdന് ഏത് വിഷയമാണ്, ഇപ്പോൾ ഫിസിക്കൽ സയൻസ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ എക്സാം ഉണ്ടായിരിക്കും. ഫിസിക്സും കെമിസ്ട്രി ആയിരിക്കും അതിലുണ്ടാവുക. നമ്മൾ നാച്ചുറൽ സയൻസ് ആണ് BEdന് പഠിച്ചതെങ്കിൽ നമുക്ക് ബയോളജിയുടെ 80 മാർക്കിനാണ്, ടോപ്പിക്കിൽ നിന്ന് 80 മാർക്കിനാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. സോഷ്യൽ സയൻസ് ആണ് നമ്മൾ പഠിച്ചതെങ്കിൽ നമുക്ക് സോഷ്യൽ സയൻസിൽ നിന്ന് 80 മാർക്കിന്. അപ്പോൾ ടോട്ടൽ 150 മാർക്കിന് 40 മാർക്ക് സൈക്കോളജി, ലാംഗ്വേജിൽ നിന്ന് ഇംഗ്ലീഷ് മലയാളം അതിൽ നിന്ന് 30 മാർക്കിനും ബാക്കി നമ്മളുടെ ടോപ്പിക്കിൽ നിന്ന് 80 മാർക്കിനുമാണ് നമുക്ക് കാറ്റഗറി 3യിൽ എക്സാം ഉള്ളത്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടറ്റ് കാറ്റഗറി 4 ആണ്. അതിലേതൊക്കെയാണ്? ലാംഗ്വേജ് ടീച്ചേഴ്സ് ആയിട്ടുള്ള അറബി, ഹിന്ദി, സംസ്കൃതം, ഉറുദു, അതുപോലെ തന്നെ സ്പെഷ്യൽ ടീച്ചേഴ്സ് ആർട്ട്, ക്രാഫ്റ്റ്, അതുപോലെ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഇതൊക്കെ പഠിച്ചവർക്കുള്ളതാണ് കേട്ടറ്റ് 4. കേട്ടറ്റ് 4ന് 30 മാർക്ക് സൈക്കോളജിയിൽ നിന്നാണ്. അതുപോലെ തന്നെ ഒരു ലാംഗ്വേജ് ഇവിടെയുണ്ട്, തമിഴ്, കന്നഡ, മലയാളം, ഇംഗ്ലീഷ്. അതിൽ നിന്ന് 40 മാർക്കിനും ബാക്കി 80 മാർക്കിന് ടോപ്പിക്കിൽ നിന്നുമാണ്. അപ്പോൾ 80 ടോപ്പിക്കിൽ നിന്നും, ലാംഗ്വേജിന് 40 മാർക്കും സൈക്കോളജിയിൽ നിന്ന് 30 മാർക്കും, ടോട്ടൽ 150 മാർക്ക്. നിങ്ങൾ DLED അല്ലെങ്കിൽ BEd പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കേട്ടറ്റ് എഴുതാം. നിങ്ങൾ സെക്കൻഡ് ഇയർ ആയതിനു ശേഷം വരുന്ന കേട്ടറ്റ് എക്സാമുകളാണ് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുക. നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കേട്ടറ്റ് എഴുതിയാൽ അതിന് വാലിഡിറ്റി ഉണ്ടാവുകയില്ല. അപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞതിന് ശേഷം വരുന്ന, സെക്കൻഡ് ഇയർ ആയതിനു ശേഷം നിങ്ങൾക്ക് വരുന്ന കേട്ടറ്റ് എക്സാമുകൾ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. 150 മാർക്കിൽ ജനറലിനാണെങ്കിൽ 90 മാർക്ക്, മറ്റ് വിഭാഗക്കാർക്ക് 82 മാർക്കാണ് ജയിക്കാൻ ആവശ്യമുള്ളത്. ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ലൈഫ് ലോങ് ആണ്. അതായത് ഒരു തവണ നിങ്ങൾ ജയിച്ചാൽ അതിൻ്റെ വാലിഡിറ്റി ലൈഫ് ലോങ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പുതുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു തവണ ജയിച്ചാൽ അത് മുഴുവൻ കാലം ജീവിത അവസാനം വരെ നമുക്ക് ഇതിൻ്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കും. കേട്ടറ്റ് പരീക്ഷ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഓഫ്ലൈനായിട്ട് പരീക്ഷ എഴുതുകയാണ് ചെയ്യുക. ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. OMR ഷീറ്റ് ഉണ്ടായിരിക്കും. അതിൽ നമ്മൾ കറുപ്പിക്കുകയാണ് വേണ്ടത്. 2.5 മണിക്കൂറാണ് എക്സാമിന് ഉണ്ടാവുക. നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. പരീക്ഷ നടത്തിയതിനു ശേഷം പ്രൊവിഷണൽ ആൻസർ കീ
റിലീസ് ചെയ്യും. അതിനുശേഷം റെക്ടിഫൈഡ് ആൻസർ കീ, അതായത് ശരിയായ ആൻസർ കീ റിലീസ് ചെയ്യും. അത് റെക്ടിഫൈഡ് ആൻസർ കീനനുസരിച്ചിട്ടാണ് നമ്മളുടെ മാർക്ക് നമ്മൾ നോക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ പാസ്സായാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ട്. അതായത് നമ്മളുടെ സർട്ടിഫിക്കറ്റുകൾ ഡിഗ്രിയുടെ അല്ലെങ്കിൽ DLEDൻ്റെ BEdൻ്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യും, ശരിയാണെന്ന് ഉറപ്പുവരുത്തും. അതിനുശേഷമാണ് നമുക്ക് കേട്ടറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുക. കേട്ടറ്റുമായി ബന്ധപ്പെട്ട് ഇനിയും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി.